ഇറങ്ങിപ്പോകാൻ ഇതിപ്പോൾ അതില്ലാതെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്തും കുറച്ചാളുകളാണെങ്കിലും അത് ഹൃദയം തൊട്ട ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ. ഇതിൻ്റെ RJ ശ്രീധർ, അവളിപ്പോൾ എത്ര ദൂരെ നിന്നാണ് വരുന്നത്, അവള് ലാസ്റ്റ് മൊമെന്റിലാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും അവള് വളരെ നന്നായിട്ട് പറയാൻ പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. പിന്നെ പുസ്തകം പ്രകാശനം ചെയ്ത സുധീരാജ്, അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക മുതൽ സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ പുസ്തകം പ്രകാശനം ചെയ്തത്, അതിനുശേഷം ഇവിടെ ഷാർജ ബുക്ക്ഫെയറിൽ ആദ്യമായിട്ട് വന്നതിന് മുറിവുകൾക്കൊക്കെ നോർമൽ എന്നുള്ള കഥാസമാഹാരം പ്രകാശനം ചെയ്തത് അതൊക്കെ സുധീരാജിയാണ്. അപ്പോൾ അവരുടെ ഒരു പുസ്തകം കൂടി ഈ വരുന്ന 13-ാം തീയതി ഒരു പുസ്തകം 6 പുസ്തകം എന്താ സ്ഥിതി, ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിനുള്ളിൽ 101 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി 4 പെൻഡിങ്ങാണ്. ചെറിയൊരു അപ്പൊ ഇവര് ഏത് കാലം പോലത്തെ എഴുതാൻ തുടങ്ങിയെന്ന് ആലോചിച്ച വേണം. 101 പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇരുത്താണ് ഇപ്പൊ ഇരുത്താണ്. അതിൽ 6 13-ാം തീയതി റിലീസ് ചെയ്യാൻ പോകണം. അതിലൊരു പുസ്തകം ഞാൻ അവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിന്റെ ഊഷ്മളതോട് പറയുന്നതാണ്. അപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് സുധീരാജ് വന്നിട്ടും വളരെ ദൂരെ താമസിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ഇവിടെ വന്നിട്ട് എന്നെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതി ഉള്ള ഒരാളാണ്. അതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ ലേഖ ജസ്റ്റിൻ, ഇത് ആരാ പുസ്തകം സ്വീകരിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ PK അനിൽകുമാർ മൂപ്പരത്തിക്ക് അവിടെ. അപ്പോൾ മൂപ്പരത്തി ഞാൻ ചോദിച്ചാൽ നമ്മളെ ലേഖ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നീലാദ്രി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലൂടെ പ്രശസ്തയായ